ശ്രീ BN ഹസ്കർ, ഇവിടെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നുമുള്ള ഈ മലക്കം മറിച്ചിലല്ലാതെ അവരോട് രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞാൽ ഈ തൂക്കത്തിലടക്കമുള്ള കാര്യങ്ങൾ 98-ൽ സ്വർണം പൂശിയത് 2019 എങ്ങനെ ചെമ്പുപാളിയായി, കോടതിയുടെ നിർദ്ദേശമില്ലാതെ പുറത്തേക്ക് ഭഗവാന് സമർപ്പിക്കപ്പെട്ട വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുപോയത് എങ്ങനെ, ഇതിന്റെ മേൽനോട്ടം ആര് വഹിച്ചു, ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് എത്തിയത് എങ്ങനെ എന്നുള്ളതിനൊന്നും ഒരു കൃത്യമായ വിശദീകരണം നൽകാൻ ഇതുവരെ ദേവസ്വം ബോർഡിന് കഴിയുന്നതേ ഇല്ലല്ലോ. അതെന്തുകൊണ്ടാണ്? രോഹിണി, ഇതിനകത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ 2019 അവതരിപ്പിച്ച അവതാരമൊന്നുമല്ല. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും വ്യാപകമായി കാര്യങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്തു വരുന്ന ഒരു അവതാരം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് 98 മുതലുള്ള സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം ഒറ്റ നിമിഷം ശ്രീ BN ഹസ്കർ, താങ്കൾ പറഞ്ഞല്ലോ അദ്ദേഹം അവിടെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി എന്നുള്ളത്. അദ്ദേഹം കീഴ്ശാന്തിയുടെ പരികർമ്മിയായിട്ടാണ് അവിടെ എത്തിച്ചേരുന്നത്. മനസ്സിലാക്കുന്നത് അനുസരിച്ചാണെങ്കിൽ ഡെയിലി വേജസിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ വേതനം പോലും നിശ്ചയിക്കപ്പെടുന്നത്. അവിടെ നിന്നുള്ള അദ്ദേഹത്തിന്റെ വളർച്ച അവിടെ നിന്ന് തന്നെ തുടങ്ങണ്ടേ? അപ്പോൾ അദ്ദേഹം വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി എന്ന് പറയുമ്പോൾ അതിനൊത്താശ ചെയ്തവർ ആര് എന്നുള്ളത് തന്നെയല്ലേ ചോദ്യം? അല്ല, നിശ്ചയമായിട്ട് അന്വേഷിക്കണമെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഇത് ചെറിയ ക്യാൻവാസിൽ അന്വേഷിക്കേണ്ടതല്ല. 98 മുതലുള്ള കാലഘട്ടങ്ങളിൽ മുതൽ ഈ 2025 വരെയുള്ള കാലഘട്ടങ്ങൾ അന്വേഷിച്ചു. ഇതിൽ ആരൊക്കെ തെറ്റുകാരാണെങ്കിലും അവരെ ആരെയും സംരക്ഷിക്കാൻ ഒരു തരത്തിലും ഈ സംസ്ഥാന സർക്കാരോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഉണ്ടാവില്ല എന്നുള്ളതൊരു ഉറപ്പാണ്. ഇന്ന് അങ്ങ് ഇപ്പോ ജി സുധാകരൻ്റെതായിട്ട് വന്നിട്ടുള്ള ഒരു വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് കരുതും. ദേവസ്വം ബോർഡുകളിലെ ഉദ്യോഗസ്ഥരിലെ മഹാഭൂരിപക്ഷന്മാരും അഴിമതിക്കാരാണ് എന്ന അർത്ഥത്തിൽ അദ്ദേഹം ഒരു പ്രസ്ഥാനം ഇന്ന് വരുത്തിയിട്ടുണ്ട്. അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്നു, കേരളത്തിൽ ഏറ്റവും മികച്ച ദേവസ്വം മന്ത്രിമാരിൽ ഒരാൾ കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇത്തരം ഒരു പ്രസ്ഥാനം ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആഗോള അയ്യപ്പ സംഗമത്തിന്റെ തൊട്ടു മുൻപാകെ അദ്ദേഹത്തിന്റെ കൈവശവും അദ്ദേഹത്തിന്റെ സഹോദരിയുടെ കൈവശവും ഇരിക്കുന്നത് ഞാൻ വളരെ കൃത്യമായി സംശയിക്കുന്നത് ഈ ദ്വാരപാലക ശില്പത്തിന്റെ ഈ ശരിയാക്കാൻ കൊണ്ടുപോയിട്ടുള്ള ആ ദ്വാരപാലക ശില്പത്തിന്റെ 12 പാളികൾ അത് കൃത്യമായി ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ്. കാരണം ഇത് ഏതോ വലിയ വ്യവസായിയുടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളുടെയോ ഭവനങ്ങളിൽ ഇപ്പോ പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് സംശയിക്കപ്പെടേണ്ട കാരണം വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ ഒരു രീതി നമുക്ക് ഇപ്പോ ചില സിനിമാ നടന്മാരുടെയും വ്യവസായികളുടെയും ഒക്കെ വീട്ടിൽ ഇത് കൊണ്ടുപോയി പൂജിച്ചതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുണ്ട്. എങ്ങനെയാണ് ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സ്വർണം മാറ്റിയെടുക്കുക എന്നുള്ളതൊന്നും ആയിരുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മനോധർമ്മം എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ നിന്ന് തന്നെ മനസ്സിലായി. സ്വർണത്തിന്റെ മാത്രം ഒരു പ്രശ്നമല്ല ഇതിനകത്തുള്ളത്. ഇതൊരു വലിയ തോതിൽ ശബരിമലയുടെ വിശ്വാസത്തിന്മേൽ നടത്തിയിട്ടുള്ള ഒരു അതിക്രമം കൂടിയാണ്. അതുകൊണ്ടാണ് ഇതിനെ അങ്ങനെ വളരെ നിസ്സാരമായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്കോ ഇനി അല്ലെങ്കിൽ ബോർഡ് നിങ്ങൾ പറയുന്നത് പോലെ ബോർഡ് നിങ്ങൾ വളരെ സമഗ്രമായ ക്യാൻവാസിൽ ഇതിനെ എന്തു കണ്ടാലും അത് ഹിന്ദു ധർമ്മത്തിനെതിരെ നടത്തുന്ന വല്ലാത്ത അതിക്രമമായി കരുതി അങ്ങനെ അല്ല ഇതിനെ കാണേണ്ടത്. ഇതിൽ കാണേണ്ടത് സംസ്ഥാന സർക്കാരിന് കൃത്യമായി കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. സംസ്ഥാന സർക്കാർ ആ ഉത്തരവാദിത്വത്തോടുകൂടി തന്നെ ഇതിലെ ഗൂഢാലോചനകളടക്കം പുറത്തു കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് ഇതുമാത്രമല്ല, കഴിഞ്ഞ 3 പതിറ്റാണ്ട് ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ളതിലുള്ള അവിടെ നടന്നിട്ടുള്ള ഇടപെടലുകളും ആഗോള അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായി അദ്ദേഹം ആരെയൊക്കെ കേരളത്തിൽ കണ്ടു വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടിയാണ് എനിക്ക് പറയുന്നത്. അദ്ദേഹത്തിന് ആരൊക്കെയായിട്ട് ഗൂഢാലോചന നടത്തി എന്നുള്ളത് അടക്കം ഇപ്പോ വിവരങ്ങളുണ്ട്. ആ വിവരങ്ങൾ കൃത്യമായി പോലീസിന്റെ അന്വേഷണത്തിൽ പുറത്തു വരും. മുഖ്യമന്ത്രിയുമായി സൗഹൃദ സംഭാഷണം നടത്തുന്ന ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്.